ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെറ്റ് പേപ്പർ 1 അല്ലെ, ജനറൽ പേപ്പറിലെ റിസർച്ച് ആപ്റ്റ്യൂഡ്. നമുക്കറിയാം റിസർച്ച് ആപ്റ്റ്യൂഡ് എന്നുള്ളൊരു ഭാഗം അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നും വരുന്നത്. അതായത് 10 മാർക്കിനാണ്. നമുക്കറിയാലോ ഓരോരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമാണ് അല്ലെ. അങ്ങനെ ടോട്ടൽ നമ്മുടെ നെറ്റിന്റെ കേസ് എടുക്കുമ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ടോട്ടൽ 300 മാർക്കിനാണ്. അതായത് 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ റിസർച്ച് ആപ്റ്റ്യൂഡിലെ 10 മാർക്കിന്റെ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പലരും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞല്ലോ, ജൂണിലുള്ള ഒരു എക്സാം കഴിഞ്ഞു. അപ്പൊ ആ ഒരു എക്സാം എഴുതിയവരുണ്ടാവാം, എഴുതാത്തവരുണ്ടാവാം, ആദ്യമായിട്ട് ഇനി ഡിസംബറിലേക്കുള്ള നെറ്റിനായിട്ട് ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവാം. എങ്ങനെയുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് സമയമുണ്ട്. അതായത് ഒരു 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായിട്ട് 6 മാസം ഉണ്ട്. അപ്പൊ ഈ ഒരു 6 മാസത്തിൽ പഠിച്ചെടുക്കാൻ വരുന്ന ഒരു കാര്യമേ ഉള്ളൂ നെറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരു വർഷം ഇരുന്ന് പഠിക്കണം അങ്ങനൊന്നുമില്ല. ഈ 6 മാസം കൊണ്ട് പഠിച്ച് അത്യാവശ്യം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അല്ലാതെ എക്സാമിനോട് അടുക്കുന്ന സമയത്ത്, ഇപ്പൊ ഡിസംബറിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല നമ്മുടെ നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ആ 2 മാസം കൊണ്ട് പഠിച്ചെഴുതിയവരുണ്ട് കേട്ടോ. അതല്ല, പഠിച്ചെഴുതിയവരുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും, അത്രയും നന്നായിട്ട് പഠിക്കേണ്ടി വരും, ഡെയിലി ഇരുന്ന് പഠിക്കേണ്ടി വരും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇപ്പോഴാവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിച്ച് ഫുൾ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് എക്സാം ഒക്കെ എഴുതി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് ജയിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ നോക്കുമ്പോൾ റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. പക്ഷെ ഭയങ്കര വൈഡാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. റിസർച്ച് ആപ്റ്റ്യൂഡിൽ ഓരോ പോയിന്റ്സ് എനിക്ക് തോന്നുന്നു സിലബസിലൊക്കെ കണ്ട് ഇത്ര ഒരു ചെറിയൊരു പോർഷൻ, ഒരു 5-6 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് താഴെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് വാരി വലിച്ച് പഠിക്കാതെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി എന്നുള്ളതാണ് എല്ലാ കേസും. ഇപ്പൊ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആണെങ്കിലും പിന്നെ പേപ്പർ 1 നമ്മുടെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളൊരു ഭാഗമാണെങ്കിലും ICT ആണെങ്കിലും ഏത് സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വാരി വലിച്ച് പഠിച്ച് എല്ലാം ഒരുപാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പെറുക്കി പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസംബറിൽ തന്നെ നെറ്റ് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മുടെ CCയിൽ ഇപ്പോൾ ഡിസംബറിലേക്കുള്ള ലോങ് ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യ ശ്രമത്തിൽ തന്നെ നമുക്ക് JRF എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 8086881144 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഫോക്കസ് ഏരിയ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ജൂണിലെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള എക്സാം ആ ഒരു ഏരിയ ആണ്, ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഏരിയാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കണമെന്നല്ല, പക്ഷെ ആ ഏരിയ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് എത്തിക്സ് ആണ്. എന്താണ്? റിസർച്ച് എത്തിക്സ് ആണ്. റിസർച്ച് എത്തിക്സ് ആണ്. അപ്പൊ റിസർച്ച് എത്തിക്സിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതാണ് റിസർച്ച് എത്തിക്സിൽ വരുന്നത്. അപ്പൊ അതിന്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Which of the following options most appropriately explains the research ethics? അല്ലെ, റിസർച്ച് എത്തിക്സ്. We have 4 options. It states how to write a research report with a stylistic language. അതാണ് റിസർച്ച് എത്തിക്സ്. ഞാനിപ്പോ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതൊരു റിസർച്ച് എത്തിക്സിൽ വരുന്ന ഒരു കാര്യമല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി എക്സ്പ്ലെയിൻസ് ആണ് അല്ലെ. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ ഒന്നാമത്തെ വരില്ല എന്ന് മനസ്സിലായി. ഇനി ടു അവോയ്ഡ് പ്രസന്റിങ് അതേഴ്സ് വർക്ക് ആസ് ഓൺ. അത് ആക്ച്വലി ടു അവോയ്ഡ് പ്രസന്റിങ് അതേഴ്സ് വർക്ക് ആസ് ഓൺ എന്ന് പറയുന്നത് റിസർച്ച് എത്തിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ റിസർച്ച് എത്തിക്സിന്റെ മീനിങ് അതല്ല. റിസർച്ച് എത്തിക്സിൽ വരുന്ന ഒരു കാര്യമാണ് അവോയ്ഡ് പ്ലേജറിസം എന്നുള്ളത്. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേജറിസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പ്ലേജറിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോ മറ്റൊരാളുടെ വർക്ക്, അതായത് ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുവാണ്. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റു റിസർച്ചേഴ്സിന്റെ ആർട്ടിക്കിൾസോ അവർ പ്രസന്റ് ചെയ്ത തീസിസോ എല്ലാം എനിക്ക് റെഫർ ചെയ്യാം. പക്ഷെ ഞാൻ അതിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം ഞാൻ കടം എടുത്ത് ഇവിടെ എഴുതുന്ന സമയത്ത്
അങ്ങനെ എഴുതുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ എഴുതി കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ സൈറ്റേഷൻ നമ്മൾ കൊടുക്കണം, പ്രോപ്പർ സൈറ്റേഷൻ കൊടുക്കണം. ആ വ്യക്തിന്റെ പേര്, ആ ബുക്കിന്റെ പേര്, ആ ഇയർ, ഏത് പേജ് നമ്പർ ആണ്, ഏത് വോളിയം ആണ്, ഏത് ഇഷ്യൂ നമ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രോപ്പർ ആയിട്ട് സൈറ്റേഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിലാണ് അത് എന്താവുന്നത്, പ്ലേജറിസം ആവുന്നത്. പ്ലേജറിസം തന്നെ നമുക്ക് ഒരുപാട് പ്ലേജറിസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഡയറക്റ്റ് പ്ലേജറിസം ഉണ്ട്, ഓട്ടോ പ്ലേജറിസം ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് പ്ലേജറിസം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം, ഇനിയുള്ള ദിവസങ്ങൾ അതെല്ലാം പഠിക്കണം. അപ്പോ ടു അവോയ്ഡ് പ്രസന്റിങ് അതേഴ്സ് വർക്ക് ആസ് ഓൺ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ദ പ്ലേജറിസം എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷെ അത് ഈ റിസർച്ച് എത്തിക്സിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്, അല്ലാതെ റിസർച്ച് എത്തിക്സിന്റെ മീനിങ് അതല്ല, ആണല്ലോ. ഇനി അപ്പൊ അതും വരുന്നില്ല അല്ലെ, രണ്ടും അവിടെ തെറ്റാണ്. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ വരുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മെത്തഡോളജി. അപ്പൊ മെത്തഡോളജിയിൽ വരുന്നത് നമ്മൾ ഏത് മെത്തേഡാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഏത് ടൂളാണ്, ഏത് ടെക്നിക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് മെത്തഡോളജി ചാപ്റ്റർ. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് മെത്തഡോളജി അല്ല റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്, അതും തെറ്റാണ്. അടുത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് എ കോമൺ സെറ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് കണ്ടക്ടിങ് എത്തിക്കൽ റിസർച്ച്. അതാണല്ലോ, അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ അവെയർ ആക്കുന്ന ഒരു കാര്യമാണ് ഈ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ റിസർച്ച് എത്തിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ തന്നെ നോക്കിക്കേ ദ പ്ലേജറിസം എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ആ പ്ലേജറിസം നന്നായിട്ട് പഠിക്കണം. സോ ഇതിൽ വരുന്നത് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. കണ്ടോ, കോർ പില്ലേഴ്സ് ഓഫ് റിസർച്ച് എത്തിക്സ് ആണ്. ഒന്ന് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി, then plagiarism. So this is a major ethical violation. You must always give credit to others' work and never pass it off as your own. നമ്മുടെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാനായിട്ട് പറ്റില്ല. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ദ സബ്ജക്ട്സ്. That is, if your research involves the people or animals, you must ensure they are not harmed and that people have given informed consent. That is, they know what they are participating in. അതായത് ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫോംഡ് കൺസെന്റ് എന്നുള്ളതും കഴിഞ്ഞ നമ്മുടെ ജൂണിലെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെ, ആരുടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവർക്ക് എന്ത് വേണം, അവർക്ക് അവരിൽ നിന്ന് നമ്മൾ എന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താണ് നമ്മുടെ റിസർച്ചിൽ ഗുണമെന്നും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. അത് അവരുടെ റൈറ്റ് ആണ്, അവർക്ക് അത് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാതെ നമ്മൾ യാതൊരു രീതിയിലും അവരെ ഹാംഫുൾ ചെയ്യാനും അല്ലെങ്കിൽ അനിമൽസ് ഒക്കെ ആണെങ്കിലും അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കിപ്പോ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കാതെ നമ്മൾ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. സോ അതാണ് ഇൻഫോംഡ് കൺസെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ യാതൊരു രീതിയിലുള്ള ബയാസും അവിടെ വരാൻ പറ്റില്ല. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ബയാസ് ഒന്നും അവിടെ വരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ട്രാനിയസ് വേരിയബിൾ ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച്. എന്താണ് വിച്ച് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ട്രാനിയസ് വേരിയബിൾ ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച്? അനോവയാണോ, ടി ടെസ്റ്റ് ആണോ, അൻകോവയാണോ, കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ? അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അൻകോവയാണ്. ഓപ്ഷൻ സി അൻകോവയാണ്. അനാലിസിസ് ഓഫ് കോവേരിയൻസ് അല്ലേ. സോ കോവേരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ അവിടെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ, റിലേഷൻഷിപ്പ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലായി. സോ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച് യു വാണ്ട് ടു സീ ഇഫ് യുവർ ട്രീറ്റ്മെന്റ് ലൈക്ക് എ ന്യൂ ടീച്ചിങ് മെത്തേഡ് കോസ്റ്റ് എ ചേഞ്ച് ഇൻ ദ റിസൾട്ട്, ദാറ്റ് ഈസ് ടെസ്റ്റ് സ്കോർ. നമുക്ക് മെയിൻ ആയിട്ടും നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണെന്നൊക്കെ അറിയണം കേട്ടോ. എന്താണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്? നമ്മൾ രണ്ട് വേരിയബിൾസിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, രണ്ട് വേരിയബിൾസിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ആ രണ്ട് വേരിയബിൾസിന്റെയും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന വേരിയബിളിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും. അതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. അതായത് ഈ രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിന് തടസ്സം നിൽക്കുന്ന ബാക്കി എല്ലാ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ എക്സ്ട്രാനിയസ് വേരിയബിളിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. ഓക്കെ ആണല്ലോ, അതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച് യു വാണ്ട് ടു സീ ഇഫ് യുവർ ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് ലൈക്ക് എ ടീച്ചിങ് മെത്തേഡ്. അതായത് ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഇവിടെ. ഓക്കെ, ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കോസ്റ്റ് എ ചേഞ്ച് ഇൻ ദ റിസൾട്ട്, ആ റിസൾട്ട് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഡിപെൻഡന്റ് വേരിയബിൾ. കാരണം കോസ് ഉണ്ടാക്കുന്നത് ടീച്ചിങ് മെത്തേഡും റിസൾട്ട് എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. റിസൾട്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ എഫക്റ്റ് ആണ് അവിടെ ഉള്ളത്. However, sometimes there are extraneous variables, outside factors you did not intend to test, but that might influence the result, like a student's prior IQ or baseline knowledge. അപ്പൊ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് ഈ IQ കാര്യങ്ങളൊക്കെ അല്ലെ. So, ANCOVA is a blend of ANOVA
ആൻഡ് റിഗ്രഷൻ ആണല്ലോ. അനോവ എന്ന് പറയുമ്പോൾ വിച്ച് കമ്പയർസ് ദ മീൻസ്, ആൻഡ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് ലുക്സ് അറ്റ് റിലേഷൻഷിപ്പ്. അവിടെ റിലേഷൻഷിപ്പ് ആണ്. സോ അൻകോവ എന്ന് പറയുന്നത് നമ്മുടെ അനോവയും റിഗ്രഷനും കൂടെ ചേർന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി റിമൂവ്സ് ദ എഫക്ട് ഓഫ് ദ എക്സ്ട്രാനിയസ് വേരിയബിൾ കോൾഡ് എ കോവേരിയറ്റ്. ഇറ്റ് ബേസിക്കലി ലെവൽസ് എ പ്ലേയിങ് ഫീൽഡ്, സോ യു ക്യാൻ സീ ദ ട്രൂ എഫക്ട് ഓഫ് യുവർ എക്സ്പെരിമെന്റ്. അപ്പൊ അവിടെ അൻകോവയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൊഹേർട്ട് സ്റ്റഡീസ് ആർ റിലേറ്റഡ് വിത്ത്. കൊഹേർട്ട് സ്റ്റഡീസ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ പറയാം, ലോഞ്ചിറ്റ്യൂണൽ റിസർച്ചും ക്രോസ് സെക്ഷണൽ റിസർച്ചും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോഞ്ചിറ്റ്യൂണൽ റിസർച്ചും ക്രോസ് സെക്ഷണൽ റിസർച്ചും. സോ ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടെത്തുവാണ്. റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പുതിയൊരു കാര്യം കണ്ടെത്തുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു കാര്യം നമ്മൾ കണ്ടെത്തുന്നു, പക്ഷെ ആ ഒരു സാമ്പിളിനെ വെച്ച് തന്നെ കുറേ കാലം നമ്മൾ റിസർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച്. ഞാൻ സിംപ്ലി പറഞ്ഞു തന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ജീൻ പിയാഷന്റെ തിയറിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ പഠിക്കാനുള്ളതാണ് ജീൻ പിയാഷന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജീൻ പിയാഷന്റെ തിയറിയിൽ ആ 4 സ്റ്റേജസ് ഉണ്ടല്ലോ, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഈ 4 സ്റ്റേജിനെ കുറിച്ചും അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മോനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ കണ്ട അദ്ദേഹത്തിന്റെ സാമ്പിൾ എന്ന് പറയുന്നത് സ്വന്തം മോനാണ്. അപ്പൊ ആ ഒരു മോനെ തന്നെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത്രയും വർഷത്തെ കാര്യം അദ്ദേഹം കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് ആണ്. ഇനി ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ സർവേ റിസർച്ച് ഉണ്ട് കേട്ടോ. ലോഞ്ചിറ്റ്യൂണൽ സർവേ അത് വേറെയാണ്, ഞാൻ പറഞ്ഞുതരാം. ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡിനനുസരിച്ച്, അതായത് ഇപ്പോൾ ചെറിയൊരു സാമ്പിൾ എടുക്കുന്നു, ഒരു സ്റ്റഡി ചെയ്യുന്നു, ഞാൻ അടുത്ത സാമ്പിൾ എടുക്കുന്നു, ചെറിയൊരു ടൈം പീരീഡിൽ നമ്മൾ ആ റിസർച്ച് ചെയ്യുന്നു. അപ്പൊ ചെറിയൊരു ടൈം പീരീഡിൽ ഇപ്പൊ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പൊ വലിയൊരു പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ ചെറിയൊരു സെക്ഷനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, റിസർച്ച് ചെയ്യുന്നു. ഞാൻ അടുത്തൊരു സെക്ഷനെ മാത്രം എടുത്തിട്ട് റിസർച്ച് ചെയ്യുന്നു. അതാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ആ സാമ്പിളിനടുത്ത് നമ്മൾ കാലാകാലം റിസർച്ച് ചെയ്യുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂണൽ സർവേ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ, സർവേ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കുറച്ച് സാമ്പിളിലേക്ക് എടുത്ത് അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ കുറെ കാലം നമ്മൾ അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നാണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂണൽ സർവേ റിസർച്ചും. ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ചെറിയ സാമ്പിൾ എടുക്കുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, പിന്നെ അടുത്ത ടൈം പീരീഡിൽ അടുത്ത ഡാറ്റ എടുക്കുന്നു, അത് അടുത്ത വേറെ സാമ്പിളിന് എടുക്കുന്നു, ചെയ്യുന്നു, അങ്ങനെയുള്ളതാണ്. സോ കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്, കൊഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ആണ് കേട്ടോ. അപ്പൊ കൊഹേർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ സർവേ റിസർച്ച് ഡിസൈൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പറയാം. എന്താണ് കൊഹേർട്ട് സ്റ്റഡി? ദിസ് ഇൻവോൾവ്സ് ഫോളോയിങ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. കണ്ടോ, who share a common characteristics over a long period. For example, following a group of students who graduated in 2020 to see their career progress over 10 years. അതായത് 2020 പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെ, അവരുടെ എന്താ നോക്കുന്നത്, ടു സീ ദെയർ കരിയർ പ്രോഗ്രസ് ഓവർ 10 years. അപ്പൊ അവരുടെ തന്നെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, കൊഹേർട്ട് എന്ന് പറയുന്നത്. സോ അവരുടെ തന്നെ കരിയർ പ്രോഗ്രസ് ആണ്, അവിടെ 10 വർഷത്തേക്കുള്ള കരിയർ പ്രോഗ്രസ് ആണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഒരുപാട് ടൈം പീരീഡ് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്, ലോഞ്ചിറ്റ്യൂണൽ റിസർച്ച് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ JRF ബാച്ചിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്, PYQ അനാലിസിസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, ദെൻ പേഴ്സണൽ മെന്റർഷിപ്പും കൂടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം, കൊമേഴ്സ്, മാനേജ്മെന്റ്, എക്കണോമിക്സ്, പേപ്പർ 1, ഇത്രയും സബ്ജക്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ട്കം വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ 2 വേരിയബിൾ ആണുള്ളത് അല്ലെ. ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒന്ന് ഡിപെൻഡന്റ് വേരിയബിളും. ഇവിടെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമ്മൾ എല്ലാ റിസർച്ചിലും വരുന്ന 2 വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. പക്ഷെ നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഇതിനെ പറയുന്ന പേര്, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ട്രീറ്റ്മെന്റ് വേരിയബിൾ എന്ന് പറയാറുണ്ട്. എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ട്രീറ്റ്മെന്റ് വേരിയബിൾ എന്ന് പറയാറുണ്ട്. ഡിപെൻഡന്റ് വേരിയബിളിന് നമ്മൾ പറയുന്ന പേര് ഔട്ട്കം വേരിയബിൾ ആണ്. ഓക്കെ, ഡിപെൻഡന്റ് വേരിയബിളിനെ പറയുന്ന പേര് ഔട്ട്കം വേരിയബിൾ ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റൻ ഇതാണ്, ദ ഔട്ട്കം വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആൻ എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയുന്നത് ഏതാ, ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അതും കൂടെ പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എറർ ഈസ് എ.
ഓക്കെ, ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എറർ ഇസ് ഇതും എക്സാമിന് ചോദിച്ചതായിരുന്നു, ഈ കഴിഞ്ഞ ജൂൺ എക്സാമിന് ചോദിച്ചതായിരുന്നു. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് എറേഴ്സ് പഠിക്കാനായിട്ടുണ്ട്, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അപ്പൊ ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോൾ ഞാൻ ആ കുറ്റവാളിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾ കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാണ്, കാരണം ഇത് പഠിപ്പിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പറയുന്നുണ്ട് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ 1, അതായത് ആദ്യത്തെ തെറ്റെന്താ? ആ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നതാണ്. സോ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിരപരാധിനെ അവിടെ റിജക്ട് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? അതായത് നിരപരാധി എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള ഒരു ആളാണ്, അയാളെ റിജക്ട് ചെയ്യുന്നു, തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അത് ടൈപ്പ് 1 എറർ ആണ്. അതായത് റിജക്റ്റിംഗ് H0, അതായത് നൾ ഹൈപ്പോത്തിസിസ് ആണ് H0, അല്ലെ? റിജക്റ്റിംഗ് H0 when H0 is true, അല്ലെ? റിജക്റ്റിംഗ് H0 when H0 is true, അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 2 എറർ എന്തായിരിക്കും? രണ്ടാമത്തെ തെറ്റ് എന്താ? രണ്ടാമത്തെ ശരിക്കും തെറ്റ് തന്നെയാണ്. അതായത് കുറ്റവാളി, അല്ലെ? കുറ്റവാളി എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, അല്ലെ? കുറ്റവാളിയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെ? accepting H0 when H0 is false, അല്ലെ? accepting H0 when H0 is false ആണെങ്കിൽ ഇവിടെ ടൈപ്പ് 2 എറർ ആണ്. അപ്പൊ ഇവിടെ ടൈപ്പ് 1 എറർ ആണ്. ഫോൾസ് നെഗറ്റീവ് കൺക്ലൂഷൻ ആണോ? ട്രൂ പോസിറ്റീവ് കൺക്ലൂഷൻ ആണോ? ഫോൾസ് പോസിറ്റീവ് കൺക്ലൂഷൻ ആണോ? ട്രൂ നെഗറ്റീവ് കൺക്ലൂഷൻ ആണോ? അപ്പൊ ടൈപ്പ് 1 എറർ എന്ന് പറയുമ്പോൾ റിജക്റ്റിംഗ് H0 when H0 is true, അവിടെ H0 ട്രൂ ആണ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഫോൾസ് അല്ലേ? അല്ലെ? അപ്പൊ ഫോൾസ് പോസിറ്റീവ് കൺക്ലൂഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, അല്ലെ? ഇവിടെ ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഫോൾസ് പോസിറ്റീവ് കൺക്ലൂഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയാസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, പക്ഷെ 5 ഏരിയാസ് ആണ് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ 5 ഏരിയാസ് ആണ്. അപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വലിച്ചു വാരി പഠിക്കാൻ നമുക്ക് ഉണ്ട് ശരിക്കും, പക്ഷെ അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് നെറ്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ JRF കിട്ടണമെന്നില്ല. പക്ഷെ എങ്ങനെയാണ് പഠിക്കേണ്ടത്? കൃത്യമായിട്ട് ഇപ്പൊ ഞാനിപ്പോ എംബഡ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അവിടെ പഠിപ്പിച്ചു തന്നെ അവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വാരി വലിച്ച് പഠിപ്പിച്ചു തരുമായിരുന്നില്ല. അവർ നെറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമുക്ക് എംബഡിന്റെ സിലബസേ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നെറ്റ് കിട്ടാനൊക്കെ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ഇരുന്ന് പഠിക്കാതെ കറക്റ്റ് പോയിന്റ് വൈസ് ആയി നോട്ടൊക്കെ എഴുതി, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്ലാസ് ഇവിടെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെക്കോർഡർ സെഷൻ ഉണ്ട്, ആ റെക്കോർഡർ സെഷൻ കണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. പ്ലസ് ലൈവ് സെഷൻസ് ഉണ്ട്, ലൈവ് സെഷൻസിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സാംസ് ഒക്കെ എഴുതി നോക്കുക. അങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ജൂണിൽ എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവര് നിങ്ങൾക്ക് അത്രയും ഷുവർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി അത്ര ഷുവർ അല്ല, എനിക്ക് കിട്ടുന്നു തോന്നുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇപ്പൊ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് തന്നെ പഠിക്കുക. സോ ഈ ഒരു ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.